രണ്ടു പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശബരി റെയിൽ പദ്ധതി വീണ്ടും പ്രതീക്ഷയുടെ ട്രാക്കിൽ. ഡൽഹിയിലെത്തിയ കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയിൽ വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കുവാൻ ധാരണയായി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അടുത്ത മാസം പുനരാരംഭിക്കാനും തീരുമാനമായതോടെ പദ്ധതി വീണ്ടും ആരംഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. 1989 ഡിസംബറിലാണ് ശബരിമലയ്ക്ക് ഒരു പുതിയ റെയിൽപാത എന്ന നിർദ്ദേശം താൻ പാർലമെന്റിൽ വെച്ചതെന്ന് മുൻ MP PC തോമസ് പറഞ്ഞു. അന്ന് ഈ പദ്ധതിയുടെ ചെലവ് വെറും 550 കോടി രൂപയായിരുന്നുവെന്നും ഇപ്പോൾ അത് 4000 കോടിയോളം എസ്റ്റിമേറ്റ് എത്തിയിരിക്കുന്നുവെന്നും PC തോമസ് പറഞ്ഞു. ശബരി റെയിൽ പദ്ധതിയിൽ അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി റോഡ്, എരുമേലി എന്നീ സ്റ്റേഷനുകളാണ് നിർദ്ദിഷ്ട പാതയിലുള്ളത്. 111 കിലോമീറ്റർ നീളമുള്ള പാതയിൽ 7 കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിനു കുറുകെ 1 കിലോമീറ്റർ പാലവും പണിതിട്ടിട്ടുണ്ട്. ശബരിമലയുടെ കവാടമായ എരുമേലിയിലേക്ക് റെയിൽ പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമായാൽ എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ മലയോര മേഖലകളിൽ വികസനത്തിൻ്റെ പുതുവെളിച്ചമെത്തുന്ന പ്രതീക്ഷയാണ് മലയോരവാസികൾക്കുള്ളത്. റെയിൽവേ ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ 14 റെയിൽവേ സ്റ്റേഷൻ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ഇടുക്കി ജില്ല, നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് റെയിൽവേ കണക്ടിവിറ്റിയും ഈ പാത മൂലം ലഭിക്കും. എത്രയും വേഗം ഈ പാതയുടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ മാറ്റുന്ന ഈ ശബരി പദ്ധതി എത്രയും വേഗം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.